Hi children, welcome back. I think you will be waiting for today's class. So we are dealing with the chapter measurements and units, right? So today we will conclude that chapter. So in this juncture, I would like to share a small story with you. എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നൊരു കഥ കേട്ടാലോ? ഓക്കെ. സോ ഈ കഥ നടക്കുന്നത് ഒരു LP ക്ലാസ്സിലാണ്. അതായത് ഒരിക്കൽ ഒരു അധ്യാപകൻ ഒരു LP ക്ലാസ്സിൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധ്യാപകൻ ഇങ്ങനെ ക്ലാസ്സിൽ മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മൃഗങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അധ്യാപകൻ പഠിപ്പിച്ചു, മക്കളെ, കാട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്. പക്ഷേ ഈ മൃഗങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ കാട്ടിലെ രാജാവ് എന്ന് നമ്മൾ പറയുന്നത് ആരെയാണ്, അല്ലെങ്കിൽ ഏത് മൃഗത്തെയാണ്? സിംഹത്തെയാണ്, അല്ലേ? അപ്പോൾ കാട്ടിലെ രാജാവ് ആരാണ്? സിംഹമാണ്. അപ്പോൾ കുട്ടികളൊക്കെ അധ്യാപകനൊപ്പം ഇങ്ങനെ ഏറ്റു പറയാനായിട്ട് തുടങ്ങി. ആരാണ് മക്കളെ കാട്ടിലെ രാജാവ്? സിംഹമാണ്. അപ്പോൾ എല്ലാവരും കാട്ടിലെ രാജാവ് സിംഹമാണ് എന്നുള്ള ആ ഒരു കാര്യം അന്ന് തന്നെ ആ ക്ലാസ്സിൽ തന്നെ പഠിച്ചു. അപ്പോൾ അതിൽ ഒരു കുട്ടി മാത്രം അവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ടീച്ചർ എന്നെ പഠിപ്പിച്ചു, കാട്ടിലെ രാജാവ് സിംഹമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്തുകൊണ്ടാണ് സിംഹത്തെ കാട്ടിലെ രാജാവ് എന്ന് പറയുന്നത്? എന്താണ് അതിന് കാരണം? അവനിങ്ങനെ ഭയങ്കരമായി ചിന്തിക്കാനായിട്ട് തുടങ്ങി. അവനതിനുള്ള ഉത്തരം കിട്ടിയിരുന്നില്ല. പിറ്റേ ദിവസം എന്തായാലും അധ്യാപകനോട് ഇത് ചോദിക്കണം എന്ന് മനസ്സിലുറപ്പിച്ച് അവൻ സ്കൂളിലേക്ക് പോന്നു. അപ്പോൾ അധ്യാപകൻ പതിവ് പോലെ ക്ലാസ് തുടർന്നു. ക്ലാസ് തുടങ്ങിയ സമയത്ത് ക്ലാസ്സിൽ വന്നതിന് ശേഷം അധ്യാപകൻ എന്ത് ചെയ്തു? തലേ ദിവസം എടുത്ത ക്ലാസ്സിലെ കാര്യങ്ങൾ റിവൈസ് ചെയ്തു. അപ്പോൾ റിവൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ അധ്യാപകൻ പറഞ്ഞു, നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു, കാട്ടിലെ രാജാവ് ആരാണ് മക്കളെ? സിംഹമാണ്. കുട്ടികളെല്ലാവരും ഒരേ സ്വരത്തിൽ ഏറ്റുപറഞ്ഞു. അപ്പോൾ നമ്മളുടെ സംശയം തോന്നിയ കുട്ടി, അതായത് എന്തുകൊണ്ടാണ് സിംഹം കാട്ടിലെ രാജാവായത് എന്ന് സംശയം തോന്നിയ ആ കുട്ടി അവൻ എണീറ്റ് നിന്ന് അധ്യാപകനോട് ചോദിച്ചു, സാർ, എനിക്ക് സാർ പഠിപ്പിച്ചു തന്നത് മനസ്സിലായി, കാട്ടിലെ രാജാവ് സിംഹമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് നമ്മൾ സിംഹത്തെ കാട്ടിലെ രാജാവ് എന്ന് പറയുന്നത്? എന്താണ് അതിന് കാരണം? അധ്യാപകൻ ഇത് കേട്ടപ്പോൾ, കുട്ടിയുടെ ഈ സംശയം കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അധ്യാപകൻ അവനെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു. എന്നിട്ട് അധ്യാപകൻ പറഞ്ഞു, മിടുക്കൻ, ഇങ്ങനെയാണ് കുട്ടികൾ വേണ്ടത്, ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കണം. മോനിരിക്കെ, ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികൾക്കുമായി അധ്യാപകൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് കാട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്, സിംഹം, പുലി, കടുവ, ഇതുപോലെ ഒരുപാട് മൃഗങ്ങളുണ്ട്. അപ്പോൾ എല്ലാ മൃഗങ്ങളും അതിൻ്റെ ഇരേനെ ഓടിച്ച് ആക്രമിച്ച് അതിൻ്റെ മാംസം ഭക്ഷിക്കുകയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ എല്ലാ മൃഗങ്ങളും ഇരയുടെ മാംസം ഭക്ഷിച്ച് ദാഹം അകറ്റാനായിട്ട് കാട്ടിലെ അരുവികളിൽ നിന്നുള്ള വെള്ളം കുടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം സിംഹമാവട്ടെ അതിൻ്റെ ഇരേനെ ആക്രമിച്ച് അതിൻ്റെ മാംസം ഭക്ഷിച്ച് ദാഹം അകറ്റുന്നത് ആ ഇരയുടെ തന്നെ, ആ മൃഗത്തിൻ്റെ തന്നെ ബ്ലഡ് കുടിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ രക്തമാണ് അത് ദാഹം അകറ്റാനായിട്ട് കുടിക്കുന്നത്. ഇതാണ് സിംഹത്തിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ രഹസ്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയേറെ മൃഗങ്ങൾ, ആനയും ജിറാഫും കടുവയും പുലിയും ഒക്കെ ഉള്ള കാട്ടിൽ ഇത്രത്തോളം സ്ട്രെങ്ത് ഉള്ള ഒരു മൃഗമായതുകൊണ്ടാണ് നമ്മൾ സിംഹത്തിനെ കാട്ടിലെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഉത്തരം കേട്ടപ്പോൾ ആ കുട്ടിക്ക് വളരെ സന്തോഷമായി. തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സംശയത്തിന് അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു മറുപടി കിട്ടിയപ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ നമുക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ട ഒരു പാഠം? സിംഹം കാട്ടിലെ രാജാവാണ് എന്നുള്ളതാണോ? അല്ല, മറിച്ച് നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും അത് എന്തുകൊണ്ടാണ് എന്നുള്ള സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് സയൻസ് പോലെയുള്ള സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ വെറുതെ അങ്ങനെ സിംഹം കാട്ടിലെ രാജാവാണ് എന്ന പോലെ വെറുതെ അങ്ങനെ പഠിച്ചു പോകാൻ പറ്റില്ല. ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങൾ അധ്യാപകരെ കണ്ട് അത് ക്ലിയർ ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ സബ്ജക്ട്സിനെ സമീപിക്കുമ്പോഴാണ് അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതിലെ കാര്യങ്ങൾ എല്ലാവരും ഇനി ഫോളോ ചെയ്യോ? ഇതിൽ പഠിച്ച കാര്യങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യോ? ശ്രീരാമിൻ്റെ കഥ ഇഷ്ടപ്പെട്ടോ? Okay, now let's get into the topic, volume and density. So listen my dear children, in our last class we have classified physical quantities into two, right? ഏതൊക്കെയായിരുന്നു? Fundamental quantities and derived quantities. Also we have discussed some examples. So can you tell me under
which category that these will come, volume and density. The ഏത് physical quantities ആണ്? Fundamental quantities ആണോ derived quantities ആണോ? Yes, derived quantities ആണ് അല്ലേ? So can you recall the definition for derived quantities? Yes, there are some quantities which can be expressed using other quantities. So such kind of quantities are known as derived quantities, and of course this volume and density, these are examples for derived quantities. For example കൂടെ പഠിച്ചില്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ? ഏതായിരുന്നു ഇത്? Yes, area. So volume and density. Volume, this will be a familiar term for you, right? Even in mathematics we have learned formula for calculating volume of a rectangular box. എന്താണ് ഫോർമുല? വോളിയം is equal to length into breadth into height. അല്ലേ? So can we do a problem? Yes. Here is the problem. What is the volume of a block of length 0.2 meter, breadth 0.01 meter and height 0.05 meter? So what is the formula for finding volume? Yes, volume is equal to length into breadth into height, or simply LBH, right? So in this case, what about length? Length is 0.2 meter into, what about breadth? That is 0.01 meter. 0.01 meter into, what is height? That is 0.05 meter. Okay. So decimals in the multiplication will particularly 2 into 1, 2 and 2 into 5 is 10. Three decimal point in the left point 1, 2, 3, 4, 5. So you already have the decimal place in there. So 5 decimal place left point. So the answer is 0.00010. 3 unit meter into meter into meter, that is meter cube. X into x into x is x raised to 3, right? അതേപോലെ meter into meter into meter എന്താണ്? Meter raised to 3 അല്ലെങ്കിൽ meter cube. So what about the volume of the block? That is 0.00010 meter cube. Listen, here this volume, that is a derived quantity, and this meter cube, that is a derived unit. Volume nu പറഞ്ഞാൽ derived quantity ആണ്, meter cube nu പറഞ്ഞാൽ derived unit ആണ്, അല്ലെങ്കിൽ it is the unit of derived quantity. Clear? Okay. So volume ന്റെ formula നമുക്ക് മനസ്സിലായി. So actually what is this volume, or how we can define volume? Volume means it is simply the space occupied by a body. Volume is the space occupied by a body. Listen students, ഇപ്പോൾ ഞാനിവിടെ ഈ ഡസ്റ്റ് ഞാനിവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഡസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യാൻ എനിക്ക് എത്ര സ്പേസ് ആവശ്യമാണ്? This much length, this much breadth and this much height. ഇത്രയും സ്പേസ് വേണം അല്ലേ ഈ ഡസ്റ്റ് ഇവിടെ ഇരിക്കാനായിട്ട്. So this much space is referred as its volume. Clear ആണോ? വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? It is the space occupied by a body or an object. Okay. Now what about density? ഇപ്പോൾ വോളിയത്തിന്റെ കാര്യം നമുക്ക് മനസ്സിലായി. What about density? This will be a new term for you. So എന്താണ് density എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊക്കെ ഓരോരോ സ്വഭാവങ്ങളാണ് അല്ലേ? നമ്മളെല്ലാവരും ഒരേ സ്വഭാവമുള്ള ആൾക്കാരല്ല. അതേപോലെ ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ സബ്സ്റ്റൻസിന് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമാണുള്ളത്. അപ്പൊ അതിലൊരു സ്വഭാവമാണ് ഈ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം, നമുക്കൊക്കെ വ്യത്യസ്ത സ്വഭാവമാണുള്ളത്. അതേപോലെ സബ്സ്റ്റൻസുകൾക്കുള്ള ഒരു സ്വഭാവമാണ് ഡെൻസിറ്റി. You might have seen this, that is certain substance will float on water and certain will sink. Have you ever thought the reason behind this? Yes, it is because of the difference in density. അപ്പോൾ എന്താണ് density എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ how we can define density? Listen, here we have two rectangular blocks, a wooden block and a thermocol block, which are of the same size.
That is, the blocks are with same length, breadth and height. Okay, so what about the volume? That is also same because volume is length into breadth into height. Now, what about the mass of the blocks? നമുക്കറിയാം വെയിറ്റിന് കാരണമായിട്ടുള്ള ഒന്നാണ് മാസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ വുഡൻ ബ്ലോക്കിന് തെർമോകോളിനേക്കാളും കൂടുതൽ വെയിറ്റ് ഉണ്ട് നമുക്കറിയാം. So now it is clear the mass of wooden block is greater than that of thermocol. And by definition, mass is the quantity of matter present in a substance, right? Here in this case, though having same volume, more matter is present in wood. അതായത് ഈ ഒരു ചെറിയ വോളിയം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മാറ്റർ ഉള്ളത് എവിടെയാണ്? തെർമോകോളിനെ അപേക്ഷിച്ച് വുഡിലാണ്. സോ ഹിയർ ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഇസ് ഡെൻസിറ്റി. It is the measure of mass of an object per unit volume. യൂണിറ്റ് വോളിയത്തിൽ പ്രസന്റ് ആയിട്ടുള്ള മാറ്ററിന്റെ അളവ് അല്ലെങ്കിൽ മാസിന്റെ അളവാണ് ഡെൻസിറ്റി. ആൻഡ് ഇവിടെ നമുക്ക് വോളിയം സെയിം ആയിട്ടുള്ള രണ്ട് ബോഡീസ് ആണ് അല്ലേ? സോ വോളിയം സെയിം ആയിട്ടുള്ള രണ്ട് ബോഡീസ് ആണെങ്കിൽ ഏത് ബോഡിക്കാണോ കൂടുതൽ മാസ് ഉള്ളത് അതിനായിരിക്കും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത്. സോ ഇൻ ദിസ് കേസ് വുഡൻ ബ്ലോക്ക് ഇസ് വിത്ത് greater density. So now it is clear, density. It is the measure of mass of an object per unit volume. Mass of an object per unit volume. ഒരു ഒബ്ജക്റ്റിന്റെ യൂണിറ്റ് വോളിയത്തിൽ എത്രത്തോളം മാസ് ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം മാസ് ഉണ്ട്, അതിന്റെ മെഷറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെൻസിറ്റി എന്ന് പറയുക. സോ വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ഡെൻസിറ്റി? ദാറ്റ് ഈസ് density is equal to mass divided by volume. Mass per unit volume. So mass divided by volume. So from this formula it is clear that this density is dependent on mass as well as volume. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഡെൻസിറ്റി എന്തുകൊണ്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയി. ഇവിടെ ഡെൻസിറ്റി ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാസിനെയും വോളിയത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാസം വോളിയം അറിഞ്ഞാൽ നമുക്ക് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നൗ സോ ഡെൻസിറ്റി ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. നൗ വാട്ട് അബൌട്ട് ദ യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി? യെസ്, യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി is equal to unit of mass divided by unit of volume. ഇങ്ങനെയാണ് നമ്മൾ ഡെൻസിറ്റിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കുക. ഇറ്റ് ഈസ് ഈക്വൽ ടു യൂണിറ്റ് ഓഫ് മാസ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഓഫ് വോളിയം. വാട്ട് അബൌട്ട് ദ യൂണിറ്റ് ഓഫ് മാസ്? വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് മാസ്? യെസ്, കിലോഗ്രാം. സോ കിലോഗ്രാം divided by unit of volume. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തില്ലേ? സോ അതിൽ എന്തായിരുന്നു വോളിയത്തിന്റെ യൂണിറ്റ്? മീറ്റർ ക്യൂബ്. So we will read this as kilogram per meter cube, or we can write this as kilogram per meter cube. So what is the unit of density? Kilogram per meter cube, and it is a derived unit. Clear? Here we are going to do an experiment. For this, take equal volumes of water and saturated solution of sodium chloride. This is water and this is saturated solution of sodium chloride. This sodium chloride solution is also known as brine solution. Brine solution എന്ന് പറഞ്ഞാൽ simply salt solution. അതായത് ഞാനിവിടെ ടേബിൾ സോൾട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത സൊല്യൂഷൻ ആണ് എടുത്തിട്ടുള്ളത്. ആൻഡ് വാട്ട് യു മീൻ ബൈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ മാക്സിമം എമൗണ്ട് ഓഫ് സോൾട്ട്, ടേബിൾ സോൾട്ട് ഇതിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ ദിസ് സോൾട്ട് സൊല്യൂഷൻ ഇസ് എ സാച്ചുറേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ. ഇപ്പോൾ ബ്രൈൻ സൊല്യൂഷൻ തന്നെയാണ് സോൾട്ട് സൊല്യൂഷൻ എന്നും പറയുന്നത്. Now we are going to put an egg first in water and then in brine solution. Listen.
Yes. What do you observe? In which jar does the egg float? Yes, in the brine solution or in the salt solution. What will be the reason? Even though water and brine solution have the same volume, mass of brine solution is greater than that of water. That is, more matter is present in salt solution. More matter is present എന്ന് പറഞ്ഞാൽ എന്താ? Salt solution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ salt ഉണ്ട് water ഉണ്ട്. So more matter is present in salt solution. ഇപ്പോൾ മാറ്റർ കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് എന്തായിരിക്കും? സോൾട്ട് സൊല്യൂഷന്റെ മാസ് ഇവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ വാട്ടറിന്റെയും സോൾട്ട് സൊല്യൂഷന്റെയും വോളിയം സെയിം ആണ്, ബട്ട് സോൾട്ട് സൊല്യൂഷന്റെ മാസ് കൂടുതലാണ്. സോ വാട്ട് അബൌട്ട് ദ ഡെൻസിറ്റി? ഈക്വൽ വോളിയം. അപ്പൊ എവിടെയാണോ മാസ് കൂടുതലുള്ളത് അവിടെ ആയിരിക്കും ഡെൻസിറ്റി കൂടുതൽ ഉണ്ടാവുക. സോ ദിസ് മീൻസ് ദാറ്റ് കമ്പയർഡ് ടു വാട്ടർ, ബ്രൈൻ സൊല്യൂഷൻ ഹാസ് എ ഗ്രേറ്റർ ഡെൻസിറ്റി. സോ ഇവിടെ വാട്ടറിനേക്കാളും ബ്രൈൻ സൊല്യൂഷന് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ടാണ് എഗ്ഗ് ബ്രൈൻ സൊല്യൂഷനിൽ ഫ്ലോട്ട് ചെയ്തത്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ആ സൊല്യൂഷനേക്കാൾ ഡെൻസിറ്റി കുറവുള്ള സബ്സ്റ്റൻസ് അതിൽ ഫ്ലോട്ട് ചെയ്യും, ആ സൊല്യൂഷനേക്കാൾ ഡെൻസിറ്റി കൂടുതലുള്ള സബ്സ്റ്റൻസ് അതിൽ സിങ്ക് ചെയ്യും. ഇസ് ഇറ്റ് ക്ലിയർ? നൗ add artificial yellow and red food color to the brine solution and water respectively. അതായത് യെല്ലോ ഫുഡ് കളർ ബ്രൈൻ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യാം, റെഡ് ഫുഡ് കളർ വാട്ടറിലേക്ക് ആഡ് ചെയ്യാം. Now, slowly pour the red colored water into the brine solution. Yes. Which colored solution is seen above? The red colored water. And which colored solution is seen below? Yes, the yellow colored brine solution. So let me ask you one thing. Which solution has higher density? Yellow colored brine solution or red colored water? Of course, yellow colored brine solution. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബ്രൈൻ സൊല്യൂഷന് ഡെൻസിറ്റി കൂടുതലാണ്. സോ യെല്ലോ കളേർഡ് ബ്രൈൻ സൊല്യൂഷൻ which has higher density. And one more thing that you will get from this which is very important. Listen, നമ്മൾ ഈ ഗ്ലാസ്സിൽ രണ്ട് ഡിഫറെന്റ് സൊല്യൂഷൻ, ഡിഫറെന്റ് ഡെൻസിറ്റി ഉള്ള രണ്ട് സൊല്യൂഷൻ ആണ് എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ അതില് ഡെൻസിറ്റി കൂടുതലുള്ള സൊല്യൂഷൻ എവിടെയാണ് ഓക്യുപ്പൈ ചെയ്തത്? ഗ്ലാസിന്റെ ഏറ്റവും താഴെ അല്ലേ. ഡെൻസിറ്റി കുറവുള്ളതോ ജാറിന്റെ മുകളില്. സോ ഫ്രം ദിസ് വി ക്യാൻ കൺക്ലൂഡ് വൺ മോർ പോയിന്റ്, ദാറ്റ് ഈസ് ദ സൊല്യൂഷൻ വിത്ത് ഗ്രേറ്റർ ഡെൻസിറ്റി is seen below and the solution with less density is seen above. ഇപ്പൊ നമ്മൾ വാട്ടറിൽ കെറോസിൻ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് കെറോസിൻ എവിടെ ഓക്യുപ്പൈ ചെയ്യുക? വാട്ടറിന്റെ മുകളിൽ. അപ്പൊ കെറോസിന് വാട്ടറിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ നമ്മൾ ഡിഫറെന്റ് ഡെൻസിറ്റി ഉള്ള രണ്ട് സൊല്യൂഷൻസ് നമ്മളൊരു ജാറിൽ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ ഏതിനാണോ ഡെൻസിറ്റി കൂടുതൽ ആ സൊല്യൂഷൻ ആ ഗ്ലാസ് ജാറിന്റെ താഴെ ആയിരിക്കും ഓക്യുപ്പൈ ചെയ്യുക. ഏതിനാണോ ഡെൻസിറ്റി കുറവ് ആ സൊല്യൂഷൻ ആ ജാറിന്റെ മുകളിലായിരിക്കും ഓക്യുപ്പൈ ചെയ്യുക. ക്ലിയർ? Hope you understood this experiment. Now you have a clear-cut idea about density, isn't it? So here I am giving you a homework. Listen, if petrol, diesel, etc. catches fire, one should never try to extinguish it using water. Why? Just recall the experiment and try to find answer. So we are about to conclude this chapter. One more thing, that
That is, in this chapter, we came across several measurements as well as units. Hope you have understood all these. അപ്പോൾ നമ്മൾ യൂണിറ്റ്സ് ഒക്കെ എഴുതുമ്പോൾ നമ്മളിപ്പോൾ ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണെങ്കിൽ മീറ്റർ എന്ന് എഴുതിയിട്ട് സ്മോൾ ലെറ്റർ എന്ന് എഴുതി അല്ലേ, അല്ലെങ്കിൽ മാസിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞപ്പോൾ കിലോഗ്രാം എന്ന് പറഞ്ഞിട്ട് സ്മോൾ ലെറ്റർ കെ ജി എഴുതി അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്, സ്മോൾ ലെറ്റർ എഴുതുന്നത്, ക്യാപിറ്റൽ ലെറ്റർ എഴുതിക്കൂടെ? പറ്റില്ല. Actually, there are certain rules which is to be followed while writing units. Okay, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ നമ്മളൊരു പാരഗ്രാഫ് എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? നമ്മൾ പറയും ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങണം, എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് വീണ്ടും അടുത്തൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അഗെയിൻ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയില്ലേ? അത് അവിടെ ഉള്ളൊരു റൂളാണ്. അതേപോലെ ഫിസിക്സിൽ യൂണിറ്റ്സ് എഴുതുന്ന സമയത്ത് നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഫോളോ ചെയ്തിട്ട് മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. Okay, so there are certain rules which is to be followed while writing units. So let's get into that. Yes, the rules to be followed while writing units. Here are the rules. The first one is the symbols of units are normally written using small letters in the English alphabet. Not the point. The symbols of units are normally written using small letters in the English alphabet. For example, meter. Listen, this meter, which is the unit of length, right? So what is its symbol? That is small letter M. We small letter M are using, and we never use capital letter M. And in the case of kilogram, that is the unit of mass, we will use small letter kg. Okay, then what about the unit of time? Second. What about its symbol? That is small letter s. So is it clear? നമ്മൾ ചില യൂണിറ്റ്സ് എഴുതുന്ന സമയത്ത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സ്മോൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ മീറ്റർ, കിലോഗ്രാം ആൻഡ് സെക്കൻഡ്. Now let's get into the next rule. Yes, this is the second rule. But there are certain occasions on which capital letters of English alphabet are used as symbols. First rule പറഞ്ഞു small letters le വേണം units എഴുതാൻ. But what about the second rule? But there are certain occasions on which capital letters of English alphabet are used as symbols. ചില സിറ്റുവേഷൻസിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് സിംബൽസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഏതൊക്കെയാണ് ആ സിറ്റുവേഷൻ? ലിസൺ. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കും. അതർ ദാൻ ലെങ്ത്, മാസ്, ടൈം, ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇറ്റ് ഈസ് അനദർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ആൻഡ് വാട്ട് ഈസ് ദ യൂണിറ്റ്? വോൾട്ട്. ആൻഡ് വാട്ട് അബൌട്ട് ഇറ്റ്സ് സിംബൽ? ക്യാപിറ്റൽ ലെറ്റർ വി. Why it is capital letter V? Because this physical quantity, potential difference എന്ന് പറയുന്ന physical quantityയെ കുറിച്ചിട്ടുള്ള explanations അല്ലെങ്കിൽ ഇത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് അലസാൻഡ്രോ വോൾട്ട എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. സോ അദ്ദേഹത്തിനോടുള്ള ഒരു റെസ്പെക്ട് എന്ന രീതിക്കാണ്, അദ്ദേഹത്തിനോടുള്ള ഒരു ആദര സൂചകമായിട്ടാണ് നമ്മൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റിന് നമ്മൾ സിമ്പിൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യുന്നത്. Okay, in honor of this personality, this scientist. Clear? Now, what about the second physical quantity? That is pressure. What about its unit? Pascal. And what is its symbol? Capital letter P, small letter a. That agare thanne ezhudana. P capital letter, A small letter. And why it is so? Because this is given by the famous scientist Blaise Pascal. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള റെസ്പെക്ട് എന്നുള്ള രീതിക്കാണ് നമ്മൾ പ്രഷറിന്റെ സിമ്പിൾ എഴുതുമ്പോൾ PA എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ? നൗ വാട്ട് അബൌട്ട് ദി ലാസ്റ്റ് വൺ? യെസ്, ഫോഴ്സ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. ദിസ് യു വിൽ ലേൺ ഇൻ യുവർ ഹയർ ക്ലാസ്സസ്. ഓക്കെ, ഇപ്പോൾ ഇത് തൽക്കാലം നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. ഫോഴ്സിന്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. ആൻഡ് വാട്ട് അബൌട്ട് ഇറ്റ്സ് സിമ്പിൾ? ക്യാപിറ്റൽ ലെറ്റർ N. So why it is so? Because this forces explained by ഫോഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്, അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് സർ ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റ് ആണ്. Okay, that is why we are using capital letter N as the symbol of the physical quantity force. So I think this is clear.
ചില ഒക്കേഷൻസിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് സിമ്പിൾ ആയിട്ട് യൂണിറ്റ്സിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യും. ആൻഡ് ദീസ് ആർ ദ ഒക്കേഷൻസ്. ഓക്കെ, യെസ്, ദിസ് ഇസ് ദ തേർഡ് റൂൾ. While writing the names of units, never use capital letters. Don't be confused with this rule. First കേസിൽ ഞാൻ പറഞ്ഞു സിമ്പിൾസ് സ്മോൾ ലെറ്റേഴ്സിൽ എഴുതണം. സെക്കൻഡ് റൂളിൽ പറഞ്ഞു ചില ഒക്കേഷൻസിൽ സിമ്പിൾസ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് റൂൾ? While writing the names of units, never use capital letters. Not the point. While writing names of units, simple of units എന്നല്ല, names of units, unitsന്റെ പേര് എഴുതുന്ന സമയത്ത് it should be in small letters. For example, Kelvin. Kelvin is the unit of, we know that Kelvin is the unit of temperature, right? So Kelvin എന്ന് പറയുന്ന യൂണിറ്റ്, ആ യൂണിറ്റിന്റെ പേര് നമ്മൾ എഴുതുമ്പോൾ we have to use small letters, KELVIN, small letters use ചെയ്യണം. Okay, so this is the correct form. And what about this? ഇവിടെ K capital letter ആണ്. So never use capital letters. So this is wrong. And what about this unit? Newton. Now only we have learned this. Newton is the unit of force. But Newton എന്ന് പറയുന്ന യൂണിറ്റിന്റെ നെയിം എഴുതുന്ന സമയത്ത് we have to use small letters, NEWTON, എല്ലാം small letters ആയിരിക്കണം. So this is the correct form. And what about this? ഇവിടെ N capital ആണ് അല്ലേ? So this is wrong. Did you get this rule? Yes. While writing the names of units, never use capital letters. Not this, names of units, not symbols, names of units. Okay. Now what about the fourth rule? Listen, never use the plural form for symbols. Never use plural form for symbols. Listen, we have a tendency like നമ്മളിപ്പോൾ യൂണിറ്റ്സ് പറയുമ്പോൾ ഇപ്പോൾ 10 കിലോഗ്രാം എന്ന് പറയുന്നത് ചിലപ്പോൾ 10 kilograms എന്ന് പറയാറുണ്ട് അല്ലേ? ഇപ്പോൾ 10 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 10 centimeters, അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് നമുക്ക് അല്ലേ? അപ്പോൾ അത് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. നെവർ യൂസ് ദ പ്ലൂറൽ ഫോം ഫോർ symbols. For example, 10 kilogram, which is correct, and never use 10 kilograms. So this is wrong. And what about this? 75 centimeter. That is correct. And what about this? 75 centimeters. Never use this. So this is wrong. Understood? Now the fifth rule, that is never use full stop or comma after a symbol except at the end of a sentence. Let me repeat. Never use full stop or comma after a symbol except at the end of a sentence. അതായത് സിമ്പിളിന് ശേഷം നമ്മൾ ഫുൾ സ്റ്റോപ്പ് കമ ഇതൊന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. സി ഫോർ എക്സാമ്പിൾ 75 centimeter is the length of the table. That is correct. ഇവിടെ സെന്റൻസിന്റെ ലാസ്റ്റ് ആണ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നത്. So this is the correct form. Okay, but what about this 75 centimeter full stop? Full stop is there. Is the length of the table. So this is wrong. കാരണം റൂളിൽ പറയുന്നുണ്ട് never use full stop or comma after a symbol. ഇവിടെ സിമ്പിളിന് ശേഷം ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്തു. So this is wrong. Did you get this rule? Now the sixth rule. Listen. While writing derived units means units of derived quantities. So while writing derived units, a slash is used to denote division, but never use more than one slash in one derived unit. Let me repeat. While writing derived units, a slash is used to denote division, but never use more than one slash in one derived unit. അതായത് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്ന derived quantity പഠിച്ചു അല്ലേ? So what about the unit of density? Just recall. Yes, kilogram per meter cube. So kilogram per meter cube ടീച്ചർ എങ്ങനെയാണ് അത് ഡിനോട്ട് ചെയ്തത്? Kilogram per meter cube, like this. So here the division is denoted by this
slash. അപ്പോൾ അതാണ് പറയുന്നത് while writing derived units a slash is used to denote division like this. Okay, and one more thing, but never use more than one slash in one derived unit. ഒന്നിൽ കൂടുതൽ സ്ലാഷ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. Listen, meter per second square. ഇതൊരു യൂണിറ്റ് ആണ്. This unit that you will learn in your next chapter. So meter per second square. Here it is meter per second per second. Okay, this is also equivalent to this unit. പക്ഷെ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റില്ല. Why? Because more than one slash is here. Right. So this is the correct form. And what about this? This is incorrect. So never use more than one slash in one derived unit. Is it clear? Now the next rule. When a derived unit is expressed as the product of other units, use a dot or a space between them. Let me repeat. When a derived unit is expressed as the product of other units, use a dot or a space between them. Listen, here Newton meter is a derived unit. Why? Because ഈ യൂണിറ്റിൽ ന്യൂട്ടൺ എന്ന് പറയുന്ന യൂണിറ്റും ഉണ്ട്, മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റും ഉണ്ട് അല്ലേ, രണ്ട് യൂണിറ്റ്സ് വന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് എ ഡിറൈവ്ഡ് യൂണിറ്റ്. ഇപ്പൊ ന്യൂട്ടന്റെയും മീറ്ററിന്റെയും പ്രോഡക്റ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. സോ എന്താ റൂൾ പറയുന്നത്? when a derived unit is expressed as the product of other units, use a dot like this. ഒരു ഡോട്ട് വേണം, അല്ലെങ്കിലോ or a space between them. ഒരു സ്പേസ് ഉണ്ടാവണം. രണ്ട് യൂണിറ്റ്സ് ഇതുപോലെ പ്രോഡക്റ്റ് ആക്കി എഴുതുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു ഡോട്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. നെവർ റൈറ്റ് ലൈക്ക് ദിസ്. കിലോ ഇങ്ങനെ എഴുതാനായിട്ട് പാടില്ല. ഓക്കെ, സോ ദിസ് ഇസ് ദ റൂൾ. ക്ലിയർ? Now the next rule, one of the simplest one, do not mix the name of a unit with the symbol. Do not mix the name of a unit with the symbol. Listen, for example, kilogram per meter cube. അല്ലേ, ഇവിടെ കിലോഗ്രാം സിമ്പിൾ ആണ്, മീറ്റർ ക്യൂബ് സിമ്പിൾ ആണ്. സോ സ്ലാഷ് വെച്ച് നമ്മളത് ഡിനോട്ട് ചെയ്യും. ഇവിടെ എല്ലാം സിമ്പിൾ ആണ്. സോ നോ പ്രോബ്ലം, നമ്മളിവിടെ നെയിം മിക്സ് ചെയ്തിട്ടില്ല. സോ ദിസ് ഇസ് കറക്റ്റ്. Now what about the second one? Kilogram per cubic meter. മീറ്റർ ക്യൂബ് നമ്മൾ റീഡ് ചെയ്യുന്നത് ക്യൂബിക് മീറ്റർ എന്നാണ്. ഓക്കെ, സോ കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ നെയിം ആണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ഇവിടെ നമ്മൾ സിമ്പിൾസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സോ ദിസ് ഇസ് ഓൾസോ കറക്റ്റ്. Now what about the third one? Kilogram per meter cube. കിലോഗ്രാം പെർ എന്നുള്ളത് നെയിം നമ്മൾ എഴുതി, അതിനുശേഷം മീറ്റർ ക്യൂബ് അത് സിമ്പിൾ യൂസ് ചെയ്തു. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്തു? സിമ്പിളും നെയിമും കൂടെ മിക്സ് ചെയ്തു. അപ്പൊ ഇത് റൂൾ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സോ ദിസ് ഇസ് ഇൻകറക്റ്റ്. Now can you tell me next one? Kilogram per meter cube. കിലോഗ്രാം സിമ്പിൾ ആണ്, മീറ്റർ ക്യൂബ് സിമ്പിൾ ആണ്. സോ ഇവിടെ പെർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഓൾസോ ഇൻകറക്റ്റ്. Now what about the last one? Kilogram നെയിമിൽ എഴുതില്ലേ, പെർ മീറ്റർ ക്യൂബ് അവിടെ എത്തിയപ്പോൾ സിമ്പിൾ ആണ്. സോ നെയിമും സിമ്പിളും ഇവിടെ മിക്സ് ചെയ്തു. സോ ഇസ് ദിസ് കറക്റ്റ്? നോ. സോ ദാറ്റ് ഇസ് ഓൾസോ ഇൻകറക്റ്റ്. പേരൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഫോം. ഒന്നുമില്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എഴുതണം. അതായത് സിമ്പിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്ലാഷ് യൂസ് ചെയ്യണം, അല്ലെങ്കിലോ കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എല്ലാം നെയിമായിട്ട് എഴുതണം. Is it clear? Here comes the ninth rule. Listen, while writing units along with a value, there must be a single space between them. Once again, while writing units along with the value, there must be a single space between them. അത് നമ്മളിപ്പോൾ ഒരു മെഷർമെന്റ് എഴുതുകയാണ്, 5 സെന്റിമീറ്റർ or 10 സെന്റിമീറ്റർ എന്ന് എഴുതുമ്പോൾ ആ 10 എന്ന് പറയുന്ന വാല്യൂവും സെന്റിമീറ്റർ എന്ന് പറയുന്ന യൂണിറ്റും തമ്മിൽ ഇവിടെ എന്തുണ്ടാവണം? there must be a space. or for example 273 Kelvin. 273 Kelvin. Here a space is there between the value and the unit, isn't it? Now what about this 100 meter? 100 എന്ന് പറയുന്ന വാല്യൂനും മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റിനും
unit. So this is incorrect. And what about this 100 meter? Again, no space. So this is also incorrect. So did you get, while writing units along with the value, there must be a single space between them. Okay. Now the last rule. Never use more than one unit to express a physical quantity. Never use more than one unit to express a physical quantity. നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഹൈറ്റ് പറയും അല്ലേ, 1 മീറ്റർ 50 സെൻറ്റിമീറ്റർ എന്ന് പറയാറുണ്ട്. സോ ദർ വി ആർ യൂസിങ് 2 യൂണിറ്റ്സ്, മീറ്റർ ആൻഡ് സെൻറ്റിമീറ്റർ. ആൻഡ് ദ റൂൾ സേസ് ദാറ്റ് never use more than 1 യൂണിറ്റ്. അതായത് ലിസൺ, 10.25 മീറ്റർ. ദാറ്റ് ഈസ് കറക്റ്റ്. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു യൂണിറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലേ. ബട്ട് ഇൻ ദിസ് കേസ് 10 മീറ്റർ ആൻഡ് 25 സെൻറ്റിമീറ്റർ, 10 മീറ്റർ 25 സെൻറ്റിമീറ്റർ, വിച്ച് ഇസ് ഇൻകറക്റ്റ്. കാരണം ഇവിടെ മീറ്റർ സെൻറ്റിമീറ്റർ 2 യൂണിറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ എഴുതാനായിട്ട് പറ്റില്ല. സോ ദിസ് ഇസ് ദ കറക്റ്റ് ഫോം ആൻഡ് ദിസ് ഇസ് ഇൻകറക്റ്റ്. സോ വാട്ട് അബൌട്ട് ദ ലാസ്റ്റ് റൂൾ? Never use more than 1 unit to express a physical quantity. Is it clear? So that's all about our chapter measurements and units. So in physics our first chapter is over. So now we can recall the important points which we have learned in this chapter. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കുറേ മെഷർമെൻറ്റ്സ് പഠിച്ചു അല്ലേ. ലെങ്ത്, മാസ്, ടൈം എന്നുള്ള കുറേ മെഷർമെൻറ്റ്സ്, അതിൻ്റെ യൂണിറ്റ്സ് ഒക്കെ പഠിച്ചു. ദെൻ വി ഹാവ് ലേൺ സർട്ടൻ മെത്തേഡ്സ് ടു മെഷർ ദ ലെങ്ത് ഓഫ് എ കർവ് ലൈൻ, തിക്നെസ് ഓഫ് എ പേപ്പർ, ഡയമീറ്റർ ഓഫ് എ സ്ഫിയർ, ഏരിയ ഓഫ് എ ലീഫ് എക്സെട്ര. അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ലേ? യെസ്. പിന്നെ എന്ത് ചെയ്തു? ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു അല്ലേ. വോളിയം, ഡെൻസിറ്റി, ഇതൊക്കെ ഏതിൻ്റെ എക്സാമ്പിൾ ആയിരുന്നു? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾ ആയിരുന്നു. പിന്നെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് പഠിച്ചു, ഡിറൈവ്ഡ് യൂണിറ്റ്സ് പഠിച്ചു. ദെൻ അറ്റ് ലാസ്റ്റ് we have learned certain rules which is to be followed while writing units, right? So that's all about our first chapter. Hope you have understood this chapter. If you have any doubt regarding this chapter, please feel free to contact. Okay, so see you in the next session. Bye.